കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഭക്തിപൂർവം സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ 100 ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ അമ്മയുടെ തിരുനാമങ്ങൾ, അഷ്ടോത്തരങ്ങൾ ഓരോ തിരുനാമവും 108 പ്രാവശ്യം വെച്ച് ജപിച്ച് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ഭക്തി ആദരപൂർവം സമർപ്പിക്കുകയാണ്. ലോക നന്മയ്ക്കായിട്ട് കഷ്ടപ്പാടും ദുരിതങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, സാധാരണ ഭഗവത് ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് അമ്മയുടെ പാതാരവിന്ദങ്ങളെ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന സർവസമൃദ്ധിയുമുള്ള എല്ലാ ഭക്തഗണങ്ങൾക്കും വേണ്ടി ആരംഭിച്ച ബൃഹത്തായിട്ടുള്ള 108 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യജ്ഞം ഇന്ന് 100 ദിവസം പിന്നിട്ട് 101ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 100 ദിവസങ്ങളിലും ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ എല്ലാ സജ്ജനങ്ങൾക്കും അത് തീർച്ചയായും ഭഗവതി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിച്ചതാണ്. ഇന്നത്തെ അമ്മയുടെ തിരുനാമത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത് ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ എന്നുള്ള തിരുനാമമാണ്. അതായത് ജീവിതത്തിൽ ദാരിദ്ര്യം തുടച്ചു നീക്കുന്ന ആ അമ്മയെയാണ് ഇന്ന് പൂജിച്ച് ആരാധിക്കുന്നത്. ഓരോരുത്തർക്കും, ഓരോ ജീവജാലങ്ങൾക്കും ദാരിദ്ര്യം എന്ന് പറയുന്നത് ബാക്കി എന്തും സഹിക്കാം, പക്ഷേ ദാരിദ്ര്യം, പട്ടിണി, വിശപ്പ് എന്നൊക്കെ പറയുന്നത് സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മുടെ ഈ രാജ്യത്ത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് നാം ഇതൊന്നും അറിയുന്നില്ല. പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടുന്ന, ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്ന, ഒരു വസ്ത്രം പോലും മാറ്റി കൊടുക്കാനില്ലാത്ത എത്രയോ ജനത ഈ ലോകത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നു. അപ്പം ഇതെല്ലാം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് നാം ചെയ്യുന്ന സുഹൃതം കൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാവണം എന്നുള്ള സങ്കല്പത്തോടു കൂടി, നമ്മുടെ നാമജപം കൊണ്ട് സർവഭൂതജാലങ്ങൾക്കും സുഖമുണ്ടാവണം എന്നുള്ള സങ്കല്പത്തോടു കൂടി ആരംഭിച്ചതാണ് ഈ ജപയജ്ഞം. ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട മൂല്യവും അതുതന്നെയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു. ഈ സമസ്ത ലോകത്തിലുള്ളവരും സുഖമായിരിക്കണം, സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നുള്ളതാണ് സനാതനധർമ്മം വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് സനാതനധർമ്മത്തിൻ്റെ മൂല്യം ലോകത്തിൽ മുഴുവൻ ഉയരാനായിട്ടുള്ള കാരണം. ലോകം മുഴുവൻ ഈ സനാതനധർമ്മത്തിലേക്ക്, ഭാരതത്തിലേക്ക് ആകർഷിക്കാനുള്ള കാരണം ഈ ഒരു വിശുദ്ധമായിട്ടുള്ള, പവിത്രമായിട്ടുള്ള, ദിവ്യമായിട്ടുള്ള ഈ ഒരു വാക്യം കൊണ്ടാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ സമസ്ത ലോകത്തിലുള്ള സർവഭൂതജാലങ്ങൾക്കും സുഖമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു തതി എന്ന് പറയുന്നത് ഈ ഭാരതീയർ മാത്രമായിരിക്കും. സനാതനധർമ്മത്തിൽ ആ ഒരു മൂല്യത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. അപ്പം അതുകൊണ്ട് ഇന്നത്തെ നാമത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത് ആ ഒരു ദാരിദ്ര്യം തുടച്ചു നിൽക്കുന്ന, ജീവിതത്തിൽ ആ ദാരിദ്ര്യം തുടച്ചു നീക്കുന്ന അമ്മയെയാണ് ഇന്ന് പൂജിച്ച് ആരാധിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് 101ാമത്തെ ദിവസമാണ്. ഇനി കൃത്യമായി പറഞ്ഞാൽ 8 ദിവസങ്ങൾ കൂടി നമ്മുടെ ഈ യജ്ഞം സമർപ്പിക്കാനായിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള 8 ദിവസങ്ങൾ 8 വളരെ പ്രാധാന്യമുള്ളതാണ്. ആ ഒരു 8 ദിവസങ്ങളിലും മുടങ്ങാതെ ഇതിൽ പങ്കെടുക്കുക, ഈ ജപയജ്ഞത്തിൽ പങ്കെടുക്കണം.
ഇനി എത്ര ജന്മങ്ങൾ നമുക്കുണ്ടെന്നറിയില്ല. ഈ ജന്മത്തിൽ തന്നെ മോക്ഷപ്രാപ്തി ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അഥവാ ഇനി ജന്മമുണ്ടെങ്കിൽ തന്നെ ഭഗവാന്റെയും അമ്മയുടെയും ഭക്തദാസന്മാരായിട്ട് ജനിക്കാനുള്ള അനുഗ്രഹം നൽകണം എന്ന് പ്രാർത്ഥിക്കുക. നമുക്കിനി എത്ര ജന്മങ്ങളിലും ആ ഭക്തി നമ്മളിൽ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിക്കും നമുക്കൊരു വഴിയുണ്ടാവും. ഏത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്ത് നീക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് ഭക്തിയുള്ളവർക്ക് മാത്രം ഉള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും ഭക്തിയില്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിന് പോലും ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ ആൾക്കാർ നമ്മൾ ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും, എന്തിനേറെ പറയും നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും കാണുന്നു. ഒന്നിൻ്റെ കുറവുണ്ടായിട്ടല്ല അവർക്ക്, ആ ഒരു നിമിഷത്തെ ഒരു ആലോചനയില്ലായ്മ കാരണം, മനസ്സിന് അടക്കം വന്നിട്ടില്ലാത്തത് കൊണ്ട്, എല്ലാ സമൃദ്ധിയുടെയും നിറവിൽ നിന്നുകൊണ്ട് തന്നെ ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ ഉയർന്ന പദവിയിലിരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. പക്ഷേ ഭക്തിയുള്ളവർക്ക് അത് ഈശ്വരൻ ആ ഭക്തി കൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു വരദാനമാണ്. എന്തുകൊണ്ടാണ് ആ ഭഗവതിയും ഭഗവാനും ആ ഭക്തനെ അല്ലെങ്കിൽ ആ ഭക്തയെ സംരക്ഷിക്കും എന്ന് നമുക്കുറപ്പുണ്ട്. ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ കമൻറ്റിൽ നിന്നൊക്കെ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. നിങ്ങൾ ആരും വിഷമിക്കരുത്. ഭഗവതി നമ്മുടെ കൂടെയുണ്ട്. 8 ദിവസം കഴിഞ്ഞാലും ഈ ഒരു ഉപാസനാ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം. ജീവിതത്തിലൊരു 10 മിനിറ്റെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത്, അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം, എങ്കിലും ഈ ഒരു ചെറിയ ഒരു 10 മിനിറ്റ് സമയമെങ്കിലും ഭഗവത് ഉപാസനയ്ക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുക്കണം. ഇനി നാമം ജപിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ഈ ഒരു 10 മിനിറ്റ് സമയം വിളക്ക് കൊളുത്തി വെച്ച് ഏതെങ്കിലും ഒരു ചിത്രത്തിൻ്റെയോ ഒരു വിഗ്രഹത്തിൻ്റെയോ പ്രതിമയുടെയോ മുമ്പിൽ അല്പസമയം ആ വിഗ്രഹത്തിലേക്ക് നോക്കിയെങ്കിലും ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതും ഒരു ഉപാസന തന്നെയാണ്. 10 മിനിറ്റ് സമയം മൗനമായിട്ട് മനസ്സിനെ അടക്കി, വാക്കിനെ അടക്കി, സർവ ഇന്ദ്രിയങ്ങളെയും അടക്കി ഇരിക്കുന്നതും ഒരു ഉപാസനയാണ്. ഇനി ചിലർ പറയുന്നത് കേൾക്കാം, നാമം ജപിക്കുമ്പോൾ മറ്റു പല ചിന്തകളും മനസ്സിലേക്ക് വരുന്നു, അതുകൊണ്ട് നാമം ജപിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നാമം ജപിക്കുമ്പോൾ മറ്റു ചിന്തകൾ വരുന്നത് കാരണം അതിന് തോന്നുന്നില്ല എന്നുള്ളതാണ്. ചിന്തകൾ അതിൻ്റെ വഴിക്ക് പോട്ടെ. നാം ചിന്തകളെ പേടിച്ച് നാമം ജപിക്കാതിരുന്നാൽ ചിന്തകൾ നമ്മളെ ഇല്ലാതെയാക്കും. അപ്പം മനസ്സിനെ എങ്ങോട്ട് വേണമെങ്കിലും വിട്ടോളൂ. മനസ്സ് ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലേക്ക് വേണമെങ്കിലും പൊക്കോട്ടെ, എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് ഞാൻ ജപിക്കും നാരായണ നമഃശിവായ, രാമ രാമ രാമ, അമ്മേ നാരായണ, ഹരേ കൃഷ്ണ. ഏതു മന്ത്രവുമാകട്ടെ ഞാൻ ജപിക്കും. എൻ്റെ മനസ്സ് എന്ത് വേണേ ചിന്തിച്ചോട്ടെ, എന്തു വേണേ പ്രവർത്തിച്ചോട്ടെ, പക്ഷേ എൻ്റെ നാവ് കൊണ്ട് ഞാൻ നാമം ജപിക്കും എന്ന് ഉറച്ചു ചിന്തിച്ചു കഴിഞ്ഞാൽ ആ മനസ്സ് കീഴടങ്ങും. അങ്ങനെ കീഴടങ്ങിക്കഴിഞ്ഞാൽ ആ ജപം, ഉള്ളിൽ ജപം, മാനസ ജപമായിട്ട് നാം ഉള്ളിൽ ജപം നിർത്തിയാലും ഉള്ളിലിരിക്കുന്ന അന്തര്യാമി നാമം ജപിച്ചുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു നാമം നിങ്ങൾ കൃത്യമായി എടുത്ത് ഉപാസിച്ച് നോക്കിക്കോളൂ. ഉള്ളിലിരുന്ന് നാം ജപം നിർത്തിയാലും ഒരാളിരുന്ന് അകത്തിരുന്ന് രാമ 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 ജപിക്കുന്നതായിട്ട് അറിയാനായിട്ട് സാധിക്കും. അത്രയാണ് ആ ജപത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്.
നാം ജപം നിർത്തിയാലും ഉള്ളിലിരിക്കുന്ന ആ ഭഗവാൻ ജപിച്ചുകൊണ്ടേയിരിക്കും. ആ ജപത്തിൻ്റെ അർത്ഥം നാം ആ ഈശ്വരനുമായി ആ ഒരു യോഗം പ്രാപിച്ചിരിക്കുന്നു, ഒരു ചേർച്ച നമുക്ക് നമ്മുടെ ആത്മാവിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ മഹത്തായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള തിരുനാമമാണ് ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ എന്നുള്ള തിരുനാമം. ഭക്തി ആദരപൂർവം ജപിക്കുക. നമുക്കും നമ്മുടെ സന്തതി പരമ്പരകൾക്കും, നമുക്ക് എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യർക്കും എന്നുള്ള സങ്കല്പത്തിൽ വേണം എടുക്കാൻ. അതാണ് ആദ്യമേ പറഞ്ഞ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതാണ് നമ്മുടെ ഭാരതീയരുടെ സനാതന ധർമ്മ മൂല്യത്തിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്. സമസ്ത പ്രജകൾക്കും സമസ്ത ഭൂതജാലങ്ങൾക്കും, മനുഷ്യർക്കു മാത്രമല്ല സമസ്ത ഭൂതജാലങ്ങൾക്കും സുഖമുണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇനി എത്ര ജന്മങ്ങളുണ്ടായാലും സുഖവും സന്തോഷവും സമൃദ്ധിയും ജീവിതത്തിൽ ഉണ്ടാവണം. ഭഗവത് അനുഗ്രഹം, ഭഗവാന്റെ ഒരു കൈത്താങ്ങ്, ഭഗവാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ജപം ആരംഭിക്കാം. എല്ലാവരും ഭക്തിപൂർവം അമ്മയെയും ഭഗവാനെയും ഹൃദയകമലങ്ങളിൽ ആ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ പാതാരവിന്ദങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ജപം നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. 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 അമ്മയുടെ ദിവ്യമായിട്ടുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള തിരുനാമജപം ആരംഭിക്കുകയാണ്. എല്ലാ ഭക്ത മനസ്സുകളും ആ പേരിനോടൊപ്പം നാളുകൂടി കമൻറ്റിൽ എഴുതാനായിട്ട് മറക്കരുത്. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. 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 ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ.
ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ.
ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. എല്ലാ ഭക്തമനസ്സുകൾക്കും ഈ ജപം കേൾക്കുന്ന, ഈ ജപത്തോടൊപ്പം ജപിക്കാൻ സാധിക്കുന്ന എല്ലാ ഭക്തമനസ്സുകൾക്കും, ഈ ലോകത്തിലുള്ള സമസ്ത പ്രജകൾക്കും, സമസ്ത ജനങ്ങൾക്കും, സമസ്ത ഭൂതജാലങ്ങൾക്കും സുഖവും മംഗളവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവിധ നന്മയും സൗഖ്യവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസമായിക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനോടും അമ്മയുടെയും പാതാരവിന്ദങ്ങളിൽ ഈ നാമജപയജ്ഞം സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. നമസ്തേ.